സെൻറ്ററിൽ വെക്കും മോളെ. അപ്പം നമ്മളിന്ന് നല്ലൊരു ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ കുറേ പേര് രാവിലെ തന്നെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ചു അവിടെ പോയി ഇന്ന് പോസ്റ്റൊന്നും കണ്ടില്ലല്ലോ, ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ലൊരു ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഒന്നും നടന്നില്ല. അതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ മാസ്റ്റർ ഷെഫ് മൂപ്പര് ഇന്നൊരു ഐഡൽ മോഡലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ചില ദിവസങ്ങൾ, എന്താ പറയുക, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തൊരു ദിവസം, ഒന്നും ചെയ്യാൻ മൂടില്ലാത്തൊന്നും, എന്താ പറയുക, നമ്മൾ ഇരുന്നിടത്ത് മൂടില്ലാത്തൊരു ദിവസം ഉണ്ടാവുമല്ലോ, അതുപോലൊരു ദിവസമാണ്. അതുകൊണ്ട് എന്താണെന്നറിയില്ല, കാര്യങ്ങളൊക്കെ ലാഗ് വരുന്നത് ഭയങ്കര. അപ്പോൾ പിന്നെ നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്താലല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ടും ഭംഗിയാക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മിക്കവാറും ഇന്നും ഉണ്ടാവില്ല. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഭയങ്കര പ്ലെയറാണ്. ഈ ഡബിളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ലോക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ചെയ്യും കാര്യങ്ങൾ. അതായത് ആ ഒരു മടി അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട്. അപ്പോൾ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പാത്രം കഴുകുക കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ടേക്ക് ഓവർ ചെയ്യും. എല്ലാം ഇപ്പോൾ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളും അത്യാവശ്യം എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാനൊക്കെ എനിക്ക് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് പാമ്പർ ചെയ്യാറാണ് പൊതുവേ എൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ജെൻസിനായാലും ഇതുപോലുള്ള ചില മൂടുണ്ടാവും. ഒന്നിനും താല്പര്യമില്ല, വർക്കിനും പോകണ്ട, ഫോൺ എടുക്കാൻ പോലും ചിലപ്പോൾ മടിയായിരിക്കും. സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ. പിന്നെ ഇതുപോലെ മോള് ഇവിടെയുണ്ട്. മോളിപ്പോൾ എന്താ ചൂടല്ലേ, നല്ല ചൂടാണ് ഉണ്ടെന്ന്. മഴ വരും എന്ന് എല്ലാ ദിവസവും വിചാരിക്കും. രാവിലെ എണീക്കുമ്പോൾ നല്ല ബ്യൂട്ടി ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ വെയിലങ്ങ് വരും. ഇന്നെന്താ നല്ല ചൂട്, എനിക്ക് നന്നായിട്ട് സ്വെറ്റാണ്. നമ്മളെ സാരമില്ല വെച്ചു. ആള് വലിയ കാർട്ടൂൺ പ്രേമിയാണ്. ഏതാ ഫേവറേറ്റ് ഏതാ നിന്റെ? ഉറക്കെ പറ. കാർട്ടൂൺ വേണ്ട, ഓഗി കാർട്ടൂണിൻ്റെ ആളാണ്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ആള് ഫുൾ ടൈം അങ്ങനെ ആയിരിക്കുമൊന്നുമില്ല. ഒരു 20 മിനിറ്റ്സ് എപ്പോഴും അങ്ങനെ പറയാം. 20 മിനിറ്റ്സ് ഒരു ദിവസം അത്രേ കാണുന്നതെന്നൊക്കെ പറയും. 20 നിർത്തൂല, 1 hour അങ്ങനെ പോകും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ആള് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ 1 hour കഴിഞ്ഞ് നിർത്തിക്കോളും. പിന്നെ നമ്മൾ എൻഗേജ് ആക്കി വെക്കും. നമ്മളെപ്പോഴും കുട്ടികളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇതാക്കിക്കൊണ്ട് കാര്യമില്ല. നമ്മൾ അവരോട് കളിക്കും, അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കണ്ടെത്തും. സ്വാഭാവികമായിട്ട് അവർക്ക് മറ്റുള്ള ഈ ഫോണായാലും TV ആയാലും ഒന്നും ഇരുന്ന് അധികം വേണ്ടിയില്ല. ഞാനായാലും വൈഫായാലും എല്ലാം അങ്ങനെയാണ്. ഇത് എല്ലാവരും ഇരുന്ന് കളിക്കും. ചിലപ്പോൾ നമ്മൾ 3 ആളും കൂടി ഇരുന്ന് കളിക്കും. അങ്ങനെയൊക്കെയാണ് പൊതുവേ ഉണ്ടാവാറ്. നീ ഡബിൾ വെച്ചല്ലേ, 2-5 ആക്കി. ഇതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ലോക്ക് ചെയ്യും. ഒരേ നമ്പറിൽ വെച്ചിട്ട് എപ്പോഴും ലോക്ക് ചെയ്യും. അതിലാണ് മൂപ്പർ ഹിറ്റ് അടിക്കുന്നത്. ഇതൊരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റാണ് സുഹൃത്തുക്കളെ, തെറ്റാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വെച്ചിട്ട് ഞാൻ എന്തോ വലിയൊരു സംഭവം ചെയ്യാൻ പോകുന്നു. ഒന്നുമല്ല, വൈകുന്നേരമൊക്കെ ആയില്ലേ, അപ്പോൾ മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ശേഷം നമ്മൾ ആള് നല്ല ഉറക്കാം. റൂമിൽ പോയി നോക്കുമ്പോൾ ആള് ഫുൾ ബോധം പോയിട്ടുള്ളത്. ചൂടായ ഓക്കെ, ഒരു നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം അല്ല. അപ്പൊ ഓയിലാക്കണ്ടേ? ഇവിടെ നോക്കിട്ട് പറ. എന്താണ് അഭിമോടെല്ലാം ആക്കുമ്പോ അങ്ങനെല്ലാം തന്നെ. ഓയിലെല്ലാം ചിലപ്പോൾ മറന്നു പോകും അല്ലേ. കുറച്ചൊഴിച്ച ഇന്ന് മോളുടെ വകയാണ് കേട്ടോ, ഞാനല്ല അവളെ പോലെ ഉണ്ടാക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് ഫുൾ സൈഡ് ഉണ്ടായിക്കളാം അല്ലേ. ചൂടായ പാൻ മുട്ട കഴിക്കും അല്ലേ. ഉമ്മീനെ കണ്ട നല്ലോണം പഠിച്ചു വെച്ചിട്ടുണ്ട് പ്രസന്റിങ്. എനിക്കിപ്പോഴും തപ്പം കേട്ടോ. അപ്പൊ നീ ചെയ്യല്ലേ പകരം. മുട്ടായ മുട്ടായി ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം.
ഇതെന്താ ലാറ ഇതെന്താ ചെയ്യുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഞാൻ ബ്രെഡ് ഒന്ന് എന്താ ചെയ്യുന്നത്? ഇതും ബ്രെഡ് ഒന്ന് ആ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അപ്പ ബ്രെഡ് ഒന്ന് മാറ്റിട്ടുണ്ട്. എന്താണ്? എൻ്റെ അപ്പ ജസ്റ്റ് ഒന്ന് ബ്രെഡ് മാറ്റിട്ടുണ്ട്. ഇനി എത്ര സെക്കൻഡ് വെക്കണം? നമുക്കറിയില്ല. അറിയില്ല. ബ്രെഡും ബുൾസയും ഇനി നമുക്ക് കഴിക്കാം അല്ലേ? കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ട് പറ. നല്ല ഉണ്ടാ? ഓക്കെ, അപ്പം ഇനി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നത്